വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷത്തിൻ്റെ ശേഷമാണ് അവർ ഗർഭിണിയാകുന്നത്. ആദ്യമായി ഗർഭിണിയായപ്പോൾ അറിയാലോ, 2 വർഷത്തിന് ശേഷമാവുമ്പോൾ അതിയായ സന്തോഷമില്ല എങ്കിലും നല്ലൊരു സന്തോഷമുണ്ടാവും. കാരണം 2 വർഷം സാധാരണഗതിയിലുള്ള കാലതാമസത്തിനേക്കാളും കൂടുതലായിട്ടുണ്ട്. അങ്ങനെ അവർ ഗർഭിണിയായി 1 മാസം തികയുന്നതിൻ്റെ മുമ്പ്, കൃത്യം 1 മാസം തികയുന്നതിന് മുമ്പ് അലസിപ്പോയി. അപ്പോൾ ഒരു ചെറിയ വിഷമവും പ്രയാസമൊക്കെ ഉണ്ടായി. പിന്നെ ഏകദേശം 5 മാസം എന്തോ കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും പ്രഗ്നൻ്റായി. അതും അലസിപ്പോയി. അങ്ങനെ 3ഉം 4ഉം പ്രാവശ്യം ഇതുപോലെ അലസിപ്പോയി. ഇങ്ങനെ ഇത്രയും പ്രാവശ്യം അലസിപ്പോയപ്പോൾ അതിൻ്റെ ദിവസം കറക്റ്റ് ചെയ്യാൻ വേണ്ടി, കൃത്യമായിട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവർ പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ദിവസം ഓർത്തെടുക്കാൻ വലിയ പ്രയാസം ഇല്ലല്ലോ. അവരാ ദിവസം ഓർത്തെടുക്കുമ്പോൾ ഏകദേശം ഗർഭിണിയായി 21 ദിവസത്തിൻ്റെ അകത്താണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഗർഭപാത്രത്തിൻ്റെ അതിന് ചൂട്, ആ തൊലിക്ക് കട്ടി കുറവാണ്, അതുകൊണ്ടിട്ടാണ് എന്നൊക്കെയുള്ള കാരണങ്ങൾ അവർ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും 4ാമത്തെ പ്രാവശ്യവും അബോർഷൻ ആയപ്പോഴാണ് അവർ സമീപിക്കുന്നത്. പിന്നെ സ്റ്റോപ്പ് ചെയ്തു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, ആമലുകൾ ചെയ്തു. അതിൻ്റെ ആദ്യം 21 ദിവസം നീണ്ടു നിൽക്കുന്ന ദിക്ർ ദുആകളായിരുന്നു. പിന്നെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന അമലുകളും, പിന്നെ 7 ദിവസം നീണ്ടു നിൽക്കുന്നതും, പിന്നെ 3ാമത്തെ ദിവസം 3 ദിവസം നീണ്ടു നിൽക്കുന്നത് അവസാനമായി ചെയ്ത് അതിൻ്റെ അമലുകൾ പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, ഒരു കുഴപ്പവുമില്ലാതെ 5ാമത്തെ പ്രാവശ്യം അവർ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തു. പറഞ്ഞതിൻ്റെ കാരണം ഷർറ്, സിഹറോ അല്ലെങ്കിൽ ശൈത്താനിയത്തോ ഉള്ളിൽ കടന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ അതൊന്നും നിലനിൽക്കുകയില്ല. ഈ പ്രത്യേകിച്ചും ഈ ഗർഭപാത്രത്തിലൊന്നും നിലനിൽക്കൂല. കാരണം ഇതിനെ അലസിപ്പിച്ച് കളയുക, ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് സെഹർ ചെയ്തത് എങ്കിൽ അതിൻ്റെതായ സ്വഭാവം അത് കാണിച്ചുകൊണ്ടേയിരിക്കും. ഇനി അതല്ല, ആരും ചെയ്തതല്ല, സെഹറല്ല, ഒരു ശൈത്താൻ തനിയെ കയറി കൂടിയതാണ് എങ്കിൽ അത് അതിൻ്റെതായ ഒരു അഅ്മാലും അതിൻ്റെതായ ഒരു ലഅബും എന്നുള്ള നിലയിൽ ഇത്തരം പ്രവൃത്തികൾ അത് കാണിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ അതിന് പരമാവധി ഗർഭിണിയായി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഗർഭസ്ഥ ശിശു യാതൊരു ഷർറും കൂടാതെ അതിൻ്റെ പ്രസവം നടക്കാനും ഒക്കെ വേണ്ടി നമ്മൾ ഓതലിലും കാര്യങ്ങളിലുമായിരിക്കണം. സ്ത്രീകൾ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്കൊരു മാസത്തിൽ അവരുടെ ഋതുമതികളാകുന്ന സമയം ഓതാൻ പറ്റൂല. പക്ഷേ ഒന്ന് ചിന്തിക്കുക, ഗർഭിണിയാവുന്ന അന്നു മുതൽ പിന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഓതാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമ്മുടെ വയറ്റിലുള്ള കുട്ടി വളരെ ഭംഗിയായി, ഒരു കുഴപ്പവുമില്ലാതെ, നല്ല ബുദ്ധിമാനും നല്ല ഓർമ്മശക്തിയും ഒരു ന്യൂനതയും ഇല്ലാതെ പുറത്തേക്ക് വരണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ചൊല്ലണം. അതിന് ഏറ്റവും പ്രധാനമാണ് ലഖദ് ജാ, സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം
فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ഇതെല്ലാ ദിവസവും ഗർഭിണിയാകുന്ന അന്നു മുതൽ ഒരു ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും 11 പ്രാവശ്യം വീതം ചൊല്ലി നേരെ നെഞ്ചിൽ നിന്നും വയറ്റിലേക്ക് ഊതിക്കൊടുക്കുക. ഒരു ഷർറും ബാധിക്കില്ല, കുട്ടിക്ക് യാതൊരു കുഴപ്പവും വരൂല, യാതൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാവൂല. ജനിക്കുന്ന കുട്ടി നല്ല ബുദ്ധിമാനും നല്ല സൗന്ദര്യവും യാതൊരു ന്യൂനതയും കൂടാത്ത വിധത്തിൽ ആ കുട്ടി ജനിക്കുന്നതാണ്. ആ കുട്ടിക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലുണ്ടാകുന്നതാണ്. സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. സൂറത്ത് തൗബ ബിസ്മി ഓതാൻ പാടില്ലാത്ത സൂറത്താണ്. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം.